വെൽക്കം ടു ഡ്രീം ട്രാവൽ ആർജെ. നമ്മൾ ഇന്നുള്ളത് കൊല്ലം പോർട്ട് കൊല്ലം ഹാർബറിലാണ്. നിങ്ങളീ കാണുന്നത് തോണ്ടിക്കണവയാണ്. തോണ്ടിക്കണവയെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കണവയ്ക്കാണ് തോണ്ടിക്കണവയെന്ന് ഇവിടെ ഉള്ളവർ പറയുന്നത്. സത്യത്തിൽ കണവ തന്നെയാണ്, വലുതും ചെറുതും ഉണ്ട്. ഈ തോണ്ടിക്കണവ എന്ന് പറയുന്ന സാധനത്തിന് വില കൂടുതലാണ്. പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് അടിച്ചും ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ നമുക്കധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ കൂടെ ചെറിയ കണവയും ഉണ്ടായിരുന്നു. ലേലം വിളിയുടെ വിലയൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഒരു 400 രൂപ തൊട്ടാണ് കിലോയ്ക്ക് സ്റ്റാർട്ട് ചെയ്തത്. 400 രൂപ തൊട്ട് ഒരു കിലോയ്ക്ക് 700 രൂപയോളം ലേലം വിളിച്ച് കയറിപ്പോയി. അതായത് 720 രൂപയാണ് വന്നത്. ആ വലിയ തോണ്ടിക്കണവയ്ക്കാണ് 720 രൂപയ്ക്ക് കിലോയ്ക്ക് പോയത്. പിന്നെ ചെറിയ കണവ 400, 500 അങ്ങനെയുള്ള പല റേറ്റിന് പോയി. ഞാൻ വന്നപ്പോഴത്തേക്ക് നേരെ ഹാർബറിനകത്ത് കയറിയാണ് ലേലം വിളിക്കുന്ന വീഡിയോസാണ് എടുത്തത്. പിന്നെ വള്ളം വന്നത് ഓൾറെഡി എനിക്ക് അറിയായിരുന്നു. ഞാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ വള്ളങ്ങൾ കുറവായിരിക്കും. മിക്ക വള്ളവും മീൻ വിറ്റ് കഴിഞ്ഞ് പൊക്കാണുമെന്നുള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് കിടന്ന വള്ളങ്ങൾ മാത്രം ആണ് അവർ വാരിയിടുന്നത്. ഈ വള്ളം ഇപ്പോൾ വന്നേ ഉള്ളായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് കൊട്ടയിലോട്ട് വാരി നേരെ കയറ്റി വിടുവാണ്. എന്ന് പറഞ്ഞാൽ ലേലം വിളിക്കുന്നവരും കുറഞ്ഞു തുടങ്ങി, ഈ ലേലം വിളിക്കാൻ വന്നവരും കുറഞ്ഞു തുടങ്ങി. നിറച്ച് എക്സ്പോർട്ടിങ്ങിനുള്ള കണവയെല്ലാം വാങ്ങിച്ച് കുറേ വണ്ടികളെല്ലാം ഓൾറെഡി പോയി. അപ്പം മീൻ ഇവർ പെട്ടെന്ന് ഹാർബറിനകത്ത് എത്തിച്ചില്ലെങ്കിൽ മീൻ വിറ്റ് തീരാൻ പാടാണ്. എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആളുകളെല്ലാം പോകുന്നത് കൊണ്ട് പിന്നെ ലേലം വിളിക്കാൻ ആരും കാണില്ല. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ഏത് സമയത്താണ് കറക്റ്റ് സമയത്ത്. നിങ്ങളൊരു 5 മണിക്ക് വന്നിട്ട് 6 മണിക്ക് എന്തായാലും വള്ളം അവിടെ കാണും, ഈ കണവയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒരു 11 മണിക്കൊക്കെ ആകുമ്പോഴത്തേക്കും ആണെങ്കിൽ 10:30, 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നോർമലി അല്ലാതെ മീൻ ഈ സമയത്ത് കാണും. ഇപ്പോൾ ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രോളിങ് നിരോധനമൊക്കെ കഴിഞ്ഞ് ബോട്ടുകളെല്ലാം പോയി തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി മീൻ വരും. അപ്പോൾ നമ്മൾ നീണ്ടകര ഹാർബറിലെയും അങ്ങനെയുള്ള ഒത്തിരി വീഡിയോസ് ഇനി കണ്ടിന്യൂസ് നമുക്ക് ഇടാൻ പറ്റി. ഇപ്പം നമ്മൾക്ക് കുറച്ച് വീഡിയോസ് വരുന്നത് ഷോർട്ടായിട്ടുള്ളതൊക്കെ മീനിൻ്റെ ഇത് കുറവും നമുക്ക് വീഡിയോ എടുക്കാൻ പോകാനുള്ള സമയം കിട്ടാത്തതും കൂടി കൊണ്ടാണ് ഈ വീഡിയോസ് കുറവായിട്ട് വരുന്നത്. അപ്പോൾ ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിറച്ച് വീഡിയോസും കാണും. ഹാർബറിനകത്ത് തന്നെ ഇവരൊക്കെ ഓൾറെഡി ലേലം വിളിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് വിൽക്കുന്നതാണ്. ഈ സാധാരണ ഡെയിലി കറിക്ക് വേണ്ടിയിട്ട് മേടിക്കാൻ വരുന്നവരൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അത്യാവശ്യം വിലയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളിപ്പം നേരത്തെ കേട്ട ലേലം വിളിക്കുന്ന മീനിന് തന്നെ 400 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 400 രൂപ 700 രൂപയൊക്കെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴത്തേക്കും സാധാരണ മീനിനും നല്ല വില ഇപ്പം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. നല്ല മഴയും കാറ്റും കാരണം വള്ളങ്ങളെല്ലാം പൊതുവെ പോകുന്നതും കുറവാണ്. പോയ വള്ളങ്ങൾക്ക് എല്ലാ വള്ളങ്ങൾക്കൊന്നും അങ്ങനെ പണിയൊന്നുമില്ല, വളരെ പണി കുറവാണ്. എൻ്റെ കൂട്ടുകാരൻ ടോണിയെ വിളിച്ചപ്പോഴത്തേക്കും അവരും പോയിട്ട് ഒന്നുമില്ലാതെ വെറും ബാറ്റ പൈസ മാത്രമായിട്ടാണ് അവർക്കും കിട്ടിയത്. മീനൊന്നും കിട്ടിയില്ലായിരുന്നു. ഇന്നലെ രാത്രി പോയതായിരുന്നു, ഇന്ന് വന്നപ്പോഴത്തേക്കും ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇവർ പോകുമ്പോഴത്തേക്കും ഡീസലും എണ്ണയെല്ലാം അടിച്ചിട്ട് പെട്രോളും എന്താണെന്ന് വെച്ചാൽ അടിച്ചിട്ട് പോകുമ്പോഴത്തേക്കും എല്ലാ ദിവസവും അവർക്ക് മീൻ കിട്ടണമെന്നില്ല. എല്ലാ വള്ളക്കാർക്കും ചില വള്ളക്കാർക്ക് കിട്ടും, ചില വള്ളക്കാർക്ക് കിട്ടൂല. പിന്നെ അതേ കണക്ക് ഈ കാറ്റും മഴയും ഒക്കെ കൊണ്ടാണ് ഇവർ പോകുന്നത്.
ഇത് ഇവർ ലേലം വിളിച്ച് കഴിഞ്ഞ് വെച്ചാൽ ഒരു വാരിയിട്ടിട്ട് ഈ ലേലം വിളിച്ചെടുത്തവർ വെയിറ്റ് തൂക്കി നോക്കിയതിനൊക്കെ ശേഷമാണ് പാക്ക് ചെയ്ത് ഓരോ ബോക്സിലാക്കി ഐസിട്ട് കയറ്റുന്നത്. ഇതെല്ലാം ഇപ്പോൾ കൂട്ടിയിട്ടിരിക്കുകയാണ് വീണ്ടും. ഇതെല്ലാം ചെറിയ കണവയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇതൊക്കെ 400 രൂപ, 450 രൂപ, 500 ആ ഒരു റേഞ്ചിൽ തന്നെ പോയതാണ്. പിന്നെ മിക്ക വള്ളങ്ങളും വീണ്ടും ഞാനൊന്ന് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും കണവയെല്ലാം തീർന്ന ഒരു വള്ളം കഴുകി അപ്പുറത്ത് കൊണ്ട് കയറ്റാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. എല്ലാവരും വിറ്റ് തീർന്നു, എല്ലാവരും പോകാറുള്ളതായി. ഈ പാക്കിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. എക്സ്പോർട്ടിങ്ങിനുള്ള ടീം മാത്രമായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ തന്നെ ആയിരുന്നു. പിന്നെ ആ വാരി ഇട്ടിക്കൊണ്ട് പോകുന്നതും അതൊക്കെ ഉള്ളായിരുന്നു. വേറെ വലിയതായിട്ടൊന്നും മീനൊന്നും ഇല്ലായിരുന്നു നമുക്ക്. പക്ഷേ കണവ ചാകര ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ വാരി മീനെല്ലാം വിൽക്കുന്നുണ്ടായിരുന്നു. കണവ മാത്രം, ഇന്ന് കണവ മാത്രമേ ഉള്ളായിരുന്നു വൈകുന്നേരം. ഇതേ കണ്ടില്ലേ, ഇതെല്ലാം ഈ മേടിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിന്നവരായിരുന്നു. പിന്നെ ഇവരെല്ലാവരും വാരി കൊട്ടയിലോട്ട് നിറയ്ക്കുന്നതും ആ സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ആളുകളാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം അവരവിടെ നിൽക്കുകയാണ്. ഇതിനകത്ത് നിറച്ച് ചെളി, അതായത് ഇതിൻ്റെ മഷിയെല്ലാം അവിടെ ഹാർബറിൽ നിറച്ച് താഴെയെല്ലാം വീണ് കിടപ്പുണ്ടായിരുന്നു. ഇവരെല്ലാവരും പോയതിന് ശേഷമാണ് അവർ ഹാർബർ ലാസ്റ്റ് അവർ ക്ലീൻ ചെയ്യുന്നവരത് ക്ലീൻ ചെയ്ത് വെള്ളമടിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കും. അതുവരെ ഈ കറുത്ത് കാണുന്നതെല്ലാം ഈ കണവയുടെ മഷിയാണ് ഈ കിടക്കുന്നതെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഡ്രീം ട്രാവൽ RJ.